ഹലോ. അപ്പോൾ ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ പറയൂ നാസി. ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക്. ഇവിടെ നോക്കതാ അങ്ങോട്ട് അപ്പോൾ ഗൈസ്, നമ്മൾ തോട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. കുറേ ദിവസമായി മോനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു, അത്ര മാത്രം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ തോട്. അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് വരെ അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഗൈസ്, നമ്മളെ പുതിയ സബ്സ്ക്രൈബർ ഇതാ ഇവിടെ ഉണ്ട്. സബ്സ്ക്രൈബേഴ്സ് ഹൈ, സേ ഹൈ, സേ ഹൈ. ഒളിച്ചിട്ട് അതാണ്. ഞാനൊക്കെ ചെറുതായ സമയത്ത് പിന്നെ ഇങ്ങനെ ഇതേപോലൊക്കെ പോകലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കളാഗ്രഹമല്ലേ, അത് ഒന്ന് ഇതാക്കി കൊടുക്കാന്ന് വിചാരിച്ചു, ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു, അത്ര മാത്രം കേട്ടോ. അപ്പോൾ അതാക്കുന്ന ഈ റോഡിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോയാൽ ഒരു ഇടവഴിയുണ്ട്, അതിലെ കൂടാണ് കേട്ടോ തോട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ മക്കൾക്ക് തിരക്കാണല്ലോ, പിന്നെ എല്ലാവരും മുമ്പിൽ ഓടുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, ഈ ഒരു ഇടവഴി അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നീങ്ങിയ തോടെത്തി കേട്ടോ. വീഡിയോ പിടിക്കാൻ വേണ്ടി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എത്രത്തോളം ശരിയാവും എന്നറിയില്ല, കാരണം അവിടെ വെച്ച് പിടിക്കാൻ കഴിയുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതാ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഇതാണ് കേട്ടോ സംഭവം. വലിയ തോടൊന്നും പറയാനൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മക്കളാഗ്രഹത്തിന് ഒരു സപ്പോർട്ട്, അത്ര മാത്രം കേട്ടോ. പിന്നെ അത്ര വലിയ നല്ല സ്ഥലമൊന്നുമല്ല, വേസ്റ്റ് വെള്ളമൊക്കെ ഒഴുക്കി വിടുന്ന സ്ഥലമാണ്. പക്ഷെ മക്കളോട് പറഞ്ഞിട്ട് അവരുണ്ടോ കേൾക്കുന്നു. എന്തോ ചൊറി പിടിക്കുന്നൊന്നും അറിയില്ല. എന്തായാലും കാല് വെള്ളത്തിലേക്ക് വെച്ച് നോക്കണം കേട്ടോ ആദ്യം തന്നെ. പിന്നെ മക്കളോട് പറഞ്ഞിട്ട് കുറേ പറഞ്ഞു, ഇത് വേസ്റ്റ് വെള്ളം ഒഴുകുന്ന അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ദിവസം പിടിച്ചു തന്നു. അവരെന്തോ അനുസരിക്കുന്നു, അവർക്ക് ഇവിടെ വന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെയൊക്കെ കാണുമ്പോൾ നമ്മളെ ചെറുപ്പകാലക്കാണ് ഓർമ്മ വരികയല്ലേ. ഞാനും ഇതേപോലൊക്കെ കളിച്ച് വളർന്ന ആൾ തന്നെയാണ്. നമ്മൾ കണ്ടില്ലേ, ഇപ്പം തന്നെ ഇവിടെയൊക്കെ വയലും കാര്യങ്ങളൊക്കെ ആണ്. ഞാനൊക്കെ ചെറുതായപ്പോൾ ഇതിലും കൂടുതൽ വയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരുപാട് വീടുകളൊക്കെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ മോനതാക്കടെ മൂത്ത മോൻ്റെ കൈ കൊടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ പിടിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് അറിഞ്ഞിട്ട് പിന്നെ ആങ്ങളുടെ മോളും അവരൊക്കെ കരച്ചിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും വന്നു കേട്ടോ. വെള്ളത്തിൽ വീണോ രാത്രി വരാണ്. ഞമ്മക്ക് ഊറ്റാൻ അല്ലെങ്കിൽ മീൻ ഓടിക്കുന്നുണ്ടോ?
ആരാപ്പായ്മ കിട്ടിയിരിക്കുന്ന ആരാപ്പായ്മ അടുത്ത ഇങ്ങനെ തോറ്റി ഇവിടെ വേറെ എന്തൊരു സാധനം ഉണ്ട് പോട്ടെ മീനതാ കിട്ടി 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 അടുത്തത് ഇത് മീന് കിട്ടാനുള്ള ഊറ്റല്ല ആണോ പിടിട്ടോ ഞാനിങ്ങനെ നെയ്ഫ് പൊന്തിച്ചോടി ആ ഇങ്ങനെ ഞാനിങ്ങനെയൊക്കെ കൊണ്ടുവരട്ടെ നെയ്ഞ്ഞ് അവിടെ പിടിച്ചാ മീനെങ്ങനെ കയറൂ വലിയ മീനുണ്ട് വലിയ മീനുണ്ട് ചെറലാണെന്നേ അല്ല പെടുങ്ങി വലിയ മീനാണല്ലോ കല്ലാണ് പിടി പിടി ആ പിടി പിടി കേറട്ടെ സകല മീനുകളും കേറട്ടെ അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് മീനും കാര്യങ്ങളൊന്നുമില്ല പ്രതീക്ഷകളൊക്കെ ബാക്കിയാക്കി ഞങ്ങൾ തിരിച്ചു പോവാണ് മീനൊന്നും കിട്ടിയിട്ടില്ല ഗൈസ് എണീക്ക് വെറുതെ നമ്മളതിന് കുറച്ച് മുകളോട്ടേക്ക് നടന്നു നോക്കുക വെറുതെ നീല തലയിൽ വെള്ളാക്കില്ല അപ്പോൾ അതേ സമയം പോയത് അറിഞ്ഞില്ല 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ ഞങ്ങൾ വന്നിട്ട് മോനെ രണ്ടാമത് പോയി തുണിയൊക്കെ എടുത്ത് കൊണ്ടുവന്നായിരുന്നു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അതും കിട്ടിയിട്ടില്ല എന്നാലും അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അതേപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ